യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതം എന്തെന്ന് ഞാൻ അറിയുന്നു. മറ്റുള്ളവരെ പോലെ ദുഃഖിക്കയില്ല, മരണാനന്തര ജീവിതം എന്തെന്ന് ഞാൻ അറിയുന്നു. കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും, കർത്താവിൻ പ്രത്യക്ഷതയിൽ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽക്കും, ഞാൻ ഉയർത്തെഴുന്നേൽക്കും. കാഹളധ്വനിയെങ്കിൽ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. എൻ്റെ യേശു വരാറായി, വാനമേഘങ്ങളിൽ വരാറായി. കർത്താവിൻ്റെ വന്യനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശവുമായി, കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിലെത്തുവാൻ കർത്താവ് തന്ന സാവകാശത്തിനായി നന്ദി പറയുകയാണ്. ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് ഈ വർഷം കർത്താവ് ചെയ്യാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. കർത്താവ് പറയുകയാണ്, സാന്നിധ്യത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടരെ കർത്താവ് എഴുന്നേൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ മാർത്തയെ പോലെ പലതിനെ ചൊല്ലി ഭാരപ്പെടുന്ന, കുഴഞ്ഞിരിക്കുന്ന വ്യക്തികളാകാതെ മറിയെപ്പോലെ സാന്നിധ്യത്തോടൊപ്പമായിരിക്കുവാൻ കർത്താവ് തൻ്റെ ജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ ലൈഫിലും ജീവിതത്തിലായിരിക്കുന്ന ഭാരങ്ങളുടെ പുറകിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ പുറകിൽ ഓടുമ്പോൾ പലപ്പോഴും സാന്നിധ്യത്തോടൊപ്പമായിരിക്കാൻ മറന്നു പോകുന്നു. എന്നാൽ കർത്താവിന് ഈ നാളുകളിൽ നമ്മളോട് പറയാനുള്ളത്, ദൈവസാന്നിധ്യത്തോടൊപ്പം ആരായിരിക്കുന്നോ അവരുടെ ജീവിതം മാറുവാനിടയാകും. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. രണ്ട് മൂന്ന് ദൂത് പറയട്ടെ. ആദ്യത്തെ ദൂത്, ചിലരെ സാന്നിധ്യത്തെ സ്നേഹിക്കുന്നവരായി എഴുന്നേൽപ്പിക്കും. മറിയേ, നിനക്കെന്താ പറയാനുള്ളത്? യേശുവിന് വേണ്ടിയല്ലേ ആഹാരം ഉണ്ടാക്കുന്നത്? യേശുവിന് വേണ്ടിയല്ലേ ശുശ്രൂഷിക്കുന്നത്? അവള് പറയും, എനിക്ക് ഈ ലോകത്തിലെ ഒരു കാര്യവും വേണ്ട, അവന്റെ സാന്നിധ്യം മതി. അവന്റെ കൂടെ ഇരുന്നാൽ മതി, അവന്റെ കൂടെ ഇരുന്നാൽ മതി. ഞാനിത് പറയുമ്പോ ചിലരെ അവന്റെ കൂടെ ഇരിക്കേണ്ടതിന് തെരഞ്ഞെടുത്തിട്ടുള്ളത് അവരുടെ ഹൃദയത്തിനകത്തേക്ക് ആ ബോധ്യം വരികയാണ്. അവന്റെ കൂടെ ഇരിക്കാനാ ദൈവം നിങ്ങളെ കണ്ടത്. ശുശ്രൂഷയിൽ കുഴയാനല്ല, അവന്റെ കൂടെ ഇരിക്കാനാണ്. നിങ്ങൾ ആരെങ്കിലും എന്റെ കൂടെ ഉണ്ടോ? അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ശുശ്രൂഷയിലോ വ്യാകുലതകളിലോ കുഴയാനല്ല, അവന്റെ കൂടെ ഇരിക്കാനാ എന്നെ ദൈവം വിളിച്ചതാ. നീയാ നിന്റെ വീട്ടിലെ യേശുവിനെ കൊണ്ടുവന്നേ. നീയാ നിന്റെ പട്ടണത്തിൽ യേശുവിനെ അറിയിച്ചതാ. നീയാ നിന്റെ ഗ്രാമത്തിൽ യേശുവിനെ ഉയർത്തിയതാ. നിന്നെ എന്റെ യേശുവിന് ആവശ്യമുണ്ടാ. നിന്നെ എന്റെ യേശുവിന് ആവശ്യമുണ്ടാ. നിന്നെ യേശുവിന് ആവശ്യമുണ്ടാ. പട്ടണങ്ങളെ പിടിക്കുന്നവർ, രാജ്യങ്ങളെ പിടിക്കുന്നവർ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മർത്തയുടെയും മറിയയുടെയും വീട്ടിൽ ലാസറിന് വരാൻ പോകുന്ന പ്രതിസന്ധികൾ എൻ്റെ അപ്പൻ അറിയത്തില്ലേ? അങ്ങോട്ട് കയറണ്ടല്ലോ. നമുക്കൊന്ന് പറയാം, ദൈവ സാന്നിധ്യത്തെ സ്നേഹിക്കുന്ന മറിയയായി മാറാം. ശുശ്രൂഷിച്ച് കുഴയുന്ന മർത്തയാകണ്ട. ഒരാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ശുശ്രൂഷിച്ച് കുഴയുന്ന മർത്തയാകണ്ട. അവന്റെ അടുക്കലിരുന്ന് സാന്നിധ്യത്തെ സ്നേഹിക്കുന്ന മറിയയാകാം. ചില മറിയമാർ എഴുന്നേൽക്കട്ടെ, ചില മറിയമാർ എഴുന്നേൽക്കട്ടെ, ചില മറിയമാർ എഴുന്നേൽക്കട്ടെ. ആ വീട്ടിൽ വന്നിരിക്കുന്ന ആളെ അറിയാവോ?
നിങ്ങൾ ഒറ്റ വാക്കിൽ പറയും യേശു എന്ന്. നിങ്ങൾ ഒറ്റ വാക്കിൽ യേശു എന്ന് പറയും. എന്നാൽ അതാരാന്നറിയാവോ? സകലത്തിന്റെയും ഉടയവനായ എൻ്റെ കർത്താവിന്റെ സാന്നിധ്യമാണ്. അവനിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. നിങ്ങൾക്കറിയാവോ, ഒരു മനുഷ്യൻ ഒരു കാളവണ്ടിയുടെ മുകളിൽ പെട്ടകം കയറ്റുവെച്ച് ജെറുസലേമിലേക്ക് യാത്രയാകുന്ന വഴിക്ക് ഡാൻസും ബഹളവും മുമ്പിലുണ്ട്, നൃത്തമുണ്ട്. പക്ഷെ പെട്ടെന്ന് ആ പെട്ടകം ഒന്ന് ചെരിയുന്നത് കണ്ടിട്ട് പെട്ടകം ഒന്ന് തഴ വീടരുത് എന്ന് വിചാരിച്ചിട്ട് കൈ നീട്ടിയതാണ്, മരിച്ചുപോയി. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, അതേ ദൈവം തന്നെയല്ലേ ലാസറിന്റെ വീട്ടിൽ വന്നേ? അതേ ദൈവം തന്നെയല്ലേ മറിയുടെ വീട്ടിലുള്ളത്? അവന് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. മോശയ്ക്കും ശലോമോനും ദേവാലയത്തിൽ ശുശ്രൂഷിക്കാൻ കഴിയാതെ വണ്ണം ആ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ അതേ ആള് തന്നെയല്ലേ മറിയുടെ വീട്ടിലുള്ളത്? ഞാനൊന്നും കൂടെ ചോദിക്കട്ടെ, മോശെ നിനക്ക് ശുശ്രൂഷിക്കാൻ കഴിയാഞ്ഞത് എന്താ? ആ സാന്നിധ്യം ഒന്ന് മാനിഫെസ്റ്റഡ് ആയി. ശലോമോനെ, പുരോഹിതന്മാരെ, നിനക്ക് ശുശ്രൂഷിക്കാൻ പറ്റാഞ്ഞത് എന്താ? ആ സാന്നിധ്യം ഒന്ന് മാനിഫെസ്റ്റഡ് ആയി. മാർത്തേ, നിന്റെ വീട്ടിലുള്ള ആരാന്നറിയോ? ആ സാന്നിധ്യം ജഡം ധരിച്ച് നിന്റെ വീട്ടിൽ വന്നിരിക്കുക. ഇനി എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത്, നമ്മുടെ കൂടുള്ള ദൈവ സാന്നിധ്യത്തിനോട് നിങ്ങൾ എങ്ങനെയാണ് ഇടപെടുന്നത്? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ആത്മാനുഭവങ്ങൾ ഉണ്ടാകുന്നതും ആ അനുഭവങ്ങളിൽ നടക്കുന്നതൊക്കെ സാധാരണമാ, ഫെമിലർ ആയിപ്പോയി, സാധാരണമായി പോയി. ചർച്ചിൽ വരുമ്പോൾ അനുഭവിക്കുന്ന സാന്നിധ്യം അതൊരു സാധാരണ കാര്യമായി പോയി. പക്ഷേ ഒരുവൻ കൈ നീട്ടിയപ്പോൾ അവനെ കൊന്നുകളഞ്ഞ അതേ സാന്നിധ്യം തന്നെയാ നമ്മുടെ ആരാധനയിൽ ഇറങ്ങി വരുന്നതും. നിങ്ങളുടെ കൂടെയുള്ള ആ സാന്നിധ്യം തന്നെയാ, മാറ്റമൊന്നുമില്ല. ഇറസ്പെക്റ്റീവായി നിങ്ങൾ അവനോട് ഇടപെടരുത്. റെസ്പെക്റ്റീവായി, ഹോണറായി, എൻ്റെ കൂടെ നിൽക്കുന്നവനെ മാനിക്കുന്നവനായി, എൻ്റെ കൂടെ നിൽക്കുന്നവനെ ബഹുമാനിക്കുന്നവനായി നിങ്ങൾ ഓരോരുത്തരും മാറുന്നുവെങ്കിൽ ഈ 2025 നിങ്ങൾ അടുത്ത പടിയിലേക്കാണ്. എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിക്കാം. ലൂക്കോസ് 7 അധ്യായം വായിക്കുമ്പോ അവിടെ ഒരു പരീശൻ യേശുവിനെ വീട്ടിലേക്ക് വിളിച്ചു. ഇരിക്കാം. ഒരു പരീശൻ യേശുവിനെ വീട്ടിലേക്ക് വിളിച്ചു. എന്തിനാ വിളിച്ചത്? ഭക്ഷണം കൊടുക്കാനാണ്. വിളിച്ചത് എന്തായിട്ടാണ്? എന്തുകൊണ്ടാണ്? അവനറിയാമായിരുന്നു അവനൊരു പ്രവാചകനാണെന്ന് മറ്റു പരീശന്മാരെക്കാളും ഇവന് തിരിച്ചറിവുണ്ട്. എനിക്ക് ആ പരീശനോട് ചോദിക്കാനുണ്ട്, പരീശന്മാർ യേശുവിനെ വിമർശിക്കുകയും പരീശന്മാർ യേശുവിനെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിരുന്ന കാലഘട്ടത്ത് ഒരു പരീശന് കുറച്ച് വ്യത്യാസം. ആ പരീശന്റെ വ്യത്യാസം എന്തുവാ? അവനെ വന്നിരിക്കുന്നത് പ്രവാചകനാണെന്നുള്ള തോന്നലെങ്കിലുമുണ്ട്. യേശു അവന്റെ വീട്ടിൽ പോയി. ഭക്ഷണത്തിനിരിക്കുന്നേക്കാൾ മുമ്പ് ഒരു സ്ത്രീ വന്ന് അവന്റെ കാൽക്കലിരുന്നു. അവൾ കണ്ണുനീര് കൊണ്ട് അവന്റെ കാലുകളെ തുടയ്ക്കാൻ തുടങ്ങി, തലമുടി കൊണ്ട് തുടയ്ക്കാൻ തുടങ്ങി, കാലുകളിൽ ഉമ്മ വയ്ക്കാൻ തുടങ്ങി. വിളിച്ച പരീശനൊരു സംശയം, ഇവനൊരു പ്രവാചകനായിരുന്നുവെങ്കിൽ തൊടുന്നത് ആരാന്ന് മനസ്സിലായേനെ. വിളിച്ചത് പ്രവാചകനാണെന്നുള്ള ബോധ്യത്തില്ല. പക്ഷേ അത് ആ കാര്യം കണ്ടതോടുകൂടെ പ്രവാചകനാണെന്നുള്ള തോന്നലും പോയി.
യേശു അവനോടൊരു ചോദ്യം ചോദിച്ചു. അത് മുഴുവൻ വായിക്കാൻ സമയമില്ല. യേശു അവനോട് ചോദിച്ചത്, ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ മുതൽ ഈ സ്ത്രീ എനിക്ക് കാലിൽ വെള്ളം തന്നു. നീ എനിക്ക് കാലിൽ വെള്ളം തന്നില്ല, നീ എനിക്ക് ചുംബനം തന്നില്ല. നീ എനിക്ക് കാലിൽ ആദ്യത്തെ വാക്ക്, ഈ സ്ത്രീയെ നീ കാണുന്നുവോ? ഞാൻ നിന്റെ വീട്ടിൽ വന്നു, നീ എന്റെ കാലിന് വെള്ളം തന്നില്ല. നീ എന്റെ കാലിൽ വെള്ളം തന്നില്ല. ഇവളോ കണ്ണുനീര് കൊണ്ട് എന്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു. യേശുവിനെ ആ വീട്ടിൽ അവർ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ യേശുവിന് കൊടുക്കേണ്ട റെസ്പെക്റ്റ് യേശു ആഗ്രഹിച്ച വിധത്തിൽ ആ ക്ഷണിച്ചയാളിൽ നിന്നുണ്ടായിട്ടില്ല. ചോദ്യം നിങ്ങളോടാണ്. യേശുവിനെ സ്വീകരിച്ചവരാ നമ്മളിൽ പലരും. യേശുവിന് കൊടുക്കേണ്ട ബഹുമാനം നിങ്ങളുടെ വീട്ടിൽ യേശുവിനുണ്ടോ? നിങ്ങൾ വിചാരിക്കുന്ന ബഹുമാനം എഴുന്നേറ്റ് നിൽക്കുകയോ തലകുനിയുകയോ ചെയ്യുന്നതായിരിക്കാം. പക്ഷേ യേശു നോക്കിയത് എന്നെ സ്നേഹിക്കുന്ന ബഹുമാനമാണ്. അവൾ പാപിയായിരുന്നിട്ടും ആ പ്രസൻസിനെ അവൾ സ്നേഹിച്ചു. അതിനെ യേശുവിനെ ബഹുമാനമെന്ന് തോന്നി. നിങ്ങൾ എത്ര പേർ യേശുവിനെ സ്വീകരിച്ചു എന്ന് പറയുന്ന നിങ്ങളിൽ എത്ര പേർ അവന് ലഭിക്കേണ്ടതെന്ന് തോന്നുന്ന അവന് കൊടുക്കേണ്ടതെന്ന് തോന്നുന്ന സ്നേഹവും ബഹുമാനവും കൊടുക്കുന്നുണ്ട്? നിങ്ങൾ എന്റെ കൂടെ എത്തിയോ? ഒരു നല്ല ഹല്ലേലൂയ പറയാവോ? നമ്മൾ പലപ്പോഴും ബിസി ആയി പോയില്ലേ? യേശു ശിഷ്യന്മാരെ വിളിച്ചതാ. മർക്കോസ് 3:13 പറയുന്നത് അവനോട് കൂടി ഇരിക്കാൻ വേണ്ടിയാ. നിന്നെ എന്റെ യേശു തെരഞ്ഞെടുത്തത് ഫസ്റ്റ് പ്രയോറിറ്റി അവനോടൊപ്പം ഇരിക്കാനാ. പക്ഷെ നിന്റെ പ്രയോറിറ്റി പോയി, മറ്റെന്തിലുമാണ് നിന്റെ പ്രയോറിറ്റി ഉള്ളത്? എന്നാൽ 2025 സ്വർഗത്തിന്റെ ഇഷ്ടം ആരെങ്കിലും അവനോടൊപ്പം ഇരിക്കാൻ പ്രയോറിറ്റി കൊടുക്കുന്നുവെങ്കിൽ അടുത്തൊരു പ്രതലം പൊങ്ങി വരാൻ പോകുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാചകം ശ്രദ്ധിച്ചോ? ഈ സീസൺ നിങ്ങൾ എഴുതി വെച്ചോണേ. ദൈവത്തിന്റെ ആത്മാവിനെ സ്നേഹിക്കുന്ന, പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യത്തെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ എഴുന്നേൽക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ കൈയടിച്ചു ആമേൻ പറഞ്ഞാട്ടെ. ഹോശേയ 14:4 മുതൽ വായിച്ചാൽ, ഇനി ഞാൻ ചില പ്രവചനവാചകങ്ങൾ പറയുക. ഞാൻ എന്റെ ദൂതിലേക്ക് കയറുക. ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എന്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കുകയാൽ ഞാൻ ഔദാര്യമായി സ്നേഹിക്കും. ഈ പകൽ ആരെങ്കിലും എന്റെ പ്രയോറിറ്റി മറ്റെന്തിലേക്കോ മാറിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞിട്ട് തിരിച്ചു വരുന്നുവെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അവൻ നിന്നെ ഔദാര്യമായി സ്നേഹിക്കുന്നത് നീ അനുഭവിക്കാൻ പോകുകയാണ്. ഈ 2025 ഒരു പുതിയ അവസരത്തിനകത്തേക്ക് നിങ്ങൾ കയറുകയാണ്. ഒരു പുതിയ അനുഭവത്തിനകത്തേക്ക് നിങ്ങൾ കയറുകയാണ്. അടുത്ത വാചകം ശ്രദ്ധിക്കുന്നു. അങ്ങനെ വരുന്നവരോട് ഞാൻ ഇസ്രായേലിനെ മഞ്ഞുപോലിരിക്കും. അവർ താമര പോലെ പൂത്ത ലെബനോനിലെ പോലെ വേരൂന്നും. ചിലർക്ക് അവന്റെ സാന്നിധ്യം മഞ്ഞുപോലെ ആവരിക്കും. അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? അവർ പൂത്തുലയാൻ പോകുകയാണ്. ഞാൻ ചിലരോട് ദൂത് പറയുക, നിന്നെ കാണുവാൻ ദൂരെ നിന്ന് ആളുകൾ വരും. നിന്റെ സൗന്ദര്യം ദർശിക്കുവാൻ ദൂരെ നിന്ന് ആളുകൾ വരും. നിന്റെ മുഖ സൗന്ദര്യത്തെ അല്ല, നിന്റെ ശരീര സൗന്ദര്യത്തെ അല്ല,
നിന്റെ കൂടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ സൗന്ദര്യം ചിലർ കാണാൻ പോകുകയാണ്. Hallelujah. This is the season for that. I receive it. Baba Sakare. ലബനോനിലെ മരം പോലെ, ദേവദാരുക്കൾ പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? എത്ര കാറ്റിലും വേര് പറഞ്ഞു പോകാത്തതാണ് ലബനോനിലെ ദേവദാരുക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഹല്ലേലൂയ പറയാവോ? നിന്നെ ചില സ്ഥലത്ത് വേരുറപ്പിക്കാൻ പോകുകയാണ്. ആരെങ്കിലും തന്റെ പിന്മാറ്റത്തെ തിരിച്ചറിഞ്ഞാൽ ദൈവം ചിലയിടത്ത് നിന്നെ വേരുറപ്പിക്കും. ദൈവം ചിലയിടത്ത് നിന്റെ സൗന്ദര്യത്തെ മാറ്റും. നിന്റെ സൗന്ദര്യം ആളുകൾ ദർശിക്കും. എന്നെ ശ്രദ്ധിക്കണം, രണ്ട് ദൂത അതിനകത്ത് പറയാനുള്ളത്. എന്നിട്ട് അടുത്ത വാചകം വായിക്കും ഞാൻ. ഒന്ന്, നിന്റെ സൗന്ദര്യം ദൂരെ നിന്ന് കാണുവാൻ ആളുകൾ ഓടിക്കൂടും. നിന്റെ ബലം മറ്റുള്ള ആൾ തിരിച്ചറിയും. ലബനോനിലെ മരങ്ങൾ അത് കാറ്റത്ത് ഒലയത്തില്ല, അത് ഏത് പ്രശ്നത്തിലും ഒടയത്തില്ല. നിന്റെ ബലം നാട്ടിലുള്ളവർ അറിയും, നിന്റെ സൗന്ദര്യം ആളുകൾ അറിയും. അടുത്ത വാചകം, അവന്റെ കൊമ്പുകൾ പടരും. നീ ചില സ്ഥലത്തേക്ക് പടരുവാനായി തുടങ്ങും. നീ ചില സ്ഥലത്തേക്ക് പടരുവാനായി തുടങ്ങും. ജീസസ് വേൾഡ്, നിങ്ങൾ പൂത്തുലയാൻ പോകുകയാണ്. നീ ഉറയ്ക്കാൻ പോകുകയാണ്. നീ പടരാൻ പോകുകയാണ്. അടുത്ത വാചകം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിക്കൂ. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധ്യാനം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും അതിന്റെ കീർത്തി ലബനോനിലെ വീഞ്ഞു പോലെ ഇരിക്കുകയും ചെയ്യും. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ ഒന്ന് വായിക്കാം. They that dwell under his shade shall return and they shall revive like a grain. അവിടെ എഴുതിയിരിക്കുന്ന വാചകം റിവൈവ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഈ സാന്നിധ്യത്തിലേക്ക് മടങ്ങി വന്ന് അവരൊരു പുതിയ ചൈതന്യത്തിലേക്ക് കയറുവന്ന. ഇത് ഞാൻ ലോകയാവുമുള്ള ക്രിസ്ത്യൻ സഭയോടാ പറയുന്നത്. 2025 സഭ ഒരു ചൈതന്യത്തിലേക്ക് വരും, ഉണർവിലേക്ക് വരും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇസ്രായേലിന് ഞാൻ മഞ്ഞ് പോലെ ഇരിക്കുന്നുവെങ്കിൽ ആ മഞ്ഞ് പോലെ ഇസ്രായേലിന് ദൈവം ഇരിക്കുന്നതിന്റെ ഉദ്ദേശം നിന്നെ റിവൈവ് ചെയ്യുവാനാണ്. നിങ്ങൾ ഈ വാക്കിനെ ബൈബിളിൽ വേറൊരു സ്ഥലത്ത് ഉപയോഗിച്ചത് ഞാനൊന്ന് പറയാം. അത് ഇസ്രായേലിനെ ജോസഫ് തന്റെ രഥങ്ങൾ കൊടുത്തയച്ചപ്പോഴാണ് ഈ വാചകം ഉപയോഗിച്ചിട്ടുള്ളത്. ജോസഫ് ഇസ്രായേൽ തന്റെ അപ്പനാകുന്ന ഇസ്രായേലിനെ കാണാനായി രഥങ്ങൾ കൊടുത്തയച്ചത് കണ്ടപ്പോ വേദപുസ്തകം പറയുന്നത് യാക്കോബിന് ചൈതന്യം വന്നു. ചൈതന്യം വരാൻ 3-4 കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിന്റെ മുകളിൽ മഞ്ഞ് വരണം. 2, ചിലത് കാണാനായി തുടങ്ങണം. ചിലത് കേൾക്കാനായി തുടങ്ങണം. ഞാനിവിടെ നിർത്തുമ്പോൾ ഒരു ദൂത് കൂടെ പറഞ്ഞു നിർത്തട്ടെ. പട്ടണം റിവൈവലിലേക്ക് വരികയാണ്. സഭകൾ റിവൈവലിലേക്ക് വരികയാണ്. ദേശങ്ങൾ റിവൈവലിലേക്ക് വരികയാണ്. ഞാൻ ആ വാചകം ഒന്ന് വായിക്കട്ടെ. ജോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവനോട് പറഞ്ഞു. തന്നെ കയറ്റിക്കൊണ്ടുപോകാൻ ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു. ശ്രദ്ധിക്കണേ, തന്നെ കൊണ്ടുപോകാൻ വന്ന രഥം കണ്ടപ്പോൾ യാക്കോബിനെ വീണ്ടും റിവൈവ് ഉണ്ടായി. രഥത്തിന്റെ പ്രത്യേകത 13-ാമത്തെ വാക്യം, മിസ്രയീമിൽ എനിക്കുള്ള മഹത്വം നിങ്ങൾ കണ്ടതൊക്കെയും അപ്പനെ അറിയിക്കണം.
മിസ്രൈമിന്റെ മഹത്വം കണ്ടുകൊണ്ടാണ് അവൻ റിവൈവ് ആയത്. ആമേൻ. ഓ റബസേഖരേ. ഞാനൊരു ദൂത് പറയട്ടെ, നിങ്ങൾ ചില മഹത്വം കണ്ടുകൊണ്ട് റിവൈവ് ആകാൻ പോകുകയാണ്. ഗ്ലോറിയാൽ ഉണ്ടാകുന്ന ഒരു റിവൈവ് വരാൻ പോകുന്നു. അത് 2025 ആരംഭിക്കും. 2025 ആരംഭിക്കും. ആ റിവൈവ് 2025 ആരംഭിക്കും. നിനക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ചിലർ റിവൈവ് ആകും. ചിലരെ ദൈവ മഹത്വം കണ്ട് റിവൈവ് ആകും. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നത് കണ്ടിട്ട് റിവൈവ് ആകും. സാന്നിധ്യത്തെ സ്നേഹിക്കുന്ന വ്യക്തികളിൽ അത് മഞ്ഞുപോലെ അല്ലെങ്കിൽ പൂത്തുലയുന്ന ഒന്നുപോലെ നിങ്ങളുടെ ലൈഫിൽ അത് പെയ്തിറങ്ങുകയാണ്. ഇതുവരെ നിങ്ങൾ എവിടെയാണോ സ്ട്രഗിൾ ചെയ്തത് അവിടെ കർത്താവിൻ്റെ അത്ഭുതത്തെ അനുഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ പടരാൻ പോവുകയാണ്. സഭ പടരാൻ പോവുകയാണ്. ഈ നാളുകളിൽ കർത്താവ് ചിലത് അത്ഭുതകരമായി സഭയിൽ ചെയ്യുകയാണ്. കർത്താവിൻ്റെ സാന്നിധ്യത്തിലായിരുന്നാട്ടെ, അവൻ്റെ ശബ്ദത്തോടൊപ്പം ആയിരുന്നാട്ടെ. കർത്താവ് സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. ബ്രദറെ, അമ്മയുടെ പേര് ബാൽസി എന്നാണ്. കുടപ്പനമൂട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് അമ്മ വരുന്നത്. അമ്മ ഈ കഴിഞ്ഞ 2019 അമ്മയുടെ വീട്ടിലെ കിണറിലെ വെള്ളം വറ്റിപ്പോയിട്ടുണ്ടായിരുന്നു. അമ്മ പറയുന്നത് ആ ദിവസങ്ങളിൽ അമ്മ ഹാർവസ്റ്റ് TV പ്രോഗ്രാം കാണുന്നുണ്ടായിരുന്നു. സിസ്റ്റർ ആയിരുന്നു അന്ന് മെസ്സേജ് പറഞ്ഞത്. അതിനിടയിൽ സിസ്റ്റർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഒരമ്മ തൻ്റെ വീട്ടിലെ കിണറിലെ വെള്ളം വറ്റിപ്പോയതിനെ തുടർന്ന് നിരാശയിലാണ്, സങ്കടത്തിലാണ്, പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് തന്നെ അമ്മ പറയുന്നത് ആ വറ്റിപ്പോയ കിണറിലേക്ക് തിരിച്ചു വെള്ളം വന്നു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പശുവേ 5-6 പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും വെള്ളമൊന്നും കിട്ടാൻ പാടില്ല. അത് അങ്ങ് അപ്പുറത്തു നിന്ന് അണ്ണൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ സിസ്റ്റർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം എൻ്റെ ഭർത്താവും കൂടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, നമ്മളാണ് പറയുന്നത് സിസ്റ്റർ, നമ്മളെ കിണറ്റിൽ ഇനി വെള്ളം കാണുമെന്ന്. ഇത്രയും ദിവസം വെള്ളം കുറഞ്ഞിട്ടേ ഇല്ല. ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ 30 വർഷത്തോളമായിട്ട് ആന്റിയുടെ ഹിപ്പിലൊരു മുഴയുണ്ടായിരുന്നു. അതും കൂടെ അന്ന് സിസ്റ്റർ പ്രാർത്ഥിച്ചു പൂർണ്ണമായി മാറിപ്പോയി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എൻ്റെ ഹിപ്പിൻ്റെ താഴെയായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചു എന്താണോ ഏതെന്നൊന്നും അറിയില്ല. ഒരു ശകലം തന്നെ ഉണ്ടായിരുന്നു. പിടിയൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ നമ്മളെ ബദറിനെ കഴിഞ്ഞു ആരുമില്ലല്ലോ, ബദറിൻ്റെ പ്രാർത്ഥന എല്ലാം ഇല്ലേ ഞാൻ കേട്ട് ഈ മാനസാന്തരത്തിൻ്റെ വഴിയെല്ലാം ഒരുക്കി തന്നത് ബദറും സോളി സിസ്റ്ററാണ്. എനിക്കിത് മാറിപ്പോകണം, ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ. ഒരു ദിവസം ഞാൻ ഇങ്ങനെ പിതുക്കിയപ്പം ഈ പാക്ക് ഊറിടുന്ന ഒരു സ്മെല്ല് വന്ന് അങ്ങനെ കുറച്ച് വന്നായിരുന്നു. അപ്പോഴും ചൊട്ടിയിരുന്ന് പിന്നെ ഇപ്പം ഒരു 2 മാസത്തേക്ക് ശേഷം ഒരു വര പോലെ വീഴുന്ന്. ശകലം വേദനയായിട്ടില്ല, പിതുക്കുമ്പോൾ വേദന ഉണ്ട്. അത് മെനഞ്ഞാന്ന് അതും പിന്നെ നല്ല കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുത പ്രവൃത്തികൾക്കുമായി നന്ദി പറയാം. അത് അനുഭവിക്കാനായി കർത്താവ് നമ്മളെ വിളിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. തൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കുന്ന അല്ല ആവശ്യങ്ങളെ അറിയിക്കുന്ന ഒരു വ്യക്തിയുടെ പോലും പ്രാർത്ഥനയെ കർത്താവ് നിരസിക്കുന്നില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ കരം ചലിക്കുന്നു. അപ്പോൾ എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഇവർ ഭാരത്തോടായിരിക്കുന്ന വിഷയത്തിന്മേൽ ചില കുടുംബങ്ങൾ തങ്ങളുടെ മക്കളെ പ്രതി ഭാരത്തോടാണ് ആയിരിക്കുന്നത്. അവരുടെ യൗവന പ്രായം കർത്താവെ ലോകപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് തിരിയുന്നത് കണ്ട് വേദനയോടായിരിക്കുന്ന ചില കുടുംബങ്ങളെ കർത്താവ് ആശ്വസിപ്പിക്കുന്നത് കാണാം. നിങ്ങൾ ദൈവസാന്നിധ്യത്തോടൊപ്പമായിരുന്നാട്ടെ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം മടക്കിക്കൊണ്ടുവരും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവ വഴിവിട്ടുപോയ എല്ലാത്തിൽ നിന്നും മടങ്ങി വരട്ടെ അപ്പാ. കർത്താവിനോടുള്ള ബന്ധത്തിലേക്ക് തിരിഞ്ഞു വരട്ടെ അപ്പാ. ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുന്ന് ചെയ്യുന്ന വീര്യപ്രവൃത്തികൾക്കായി നന്ദി പറയുന്നു. ഒരു തലമുറയെ അവിടുന്ന് വാർത്തെടുക്കുന്നതോർത്ത് നന്ദി പറയുന്നു. സാന്നിധ്യത്തോടൊപ്പമായിരിക്കും
ആയിരിക്കുന്ന കർത്താവിൻ്റെ അപ്പാ ഇഷ്ടങ്ങളെ ചെയ്യുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ എഴുന്നേൽക്കട്ടെ അപ്പാ. യേശുവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ചുമന്ന ഡ്രസ്സ് ഇട്ട ഒരു വ്യക്തിയെ കാണാം. ആ വ്യക്തി കേരളത്തിലുള്ളയാണോ എന്ന് എനിക്കറിയത്തില്ല. കൈകളിലും ആ വിധത്തിലുള്ള വളകൾ കിടക്കുന്നത് കാണാം. ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ കർത്താവ് ചിലത് സംസാരിക്കുകയാണ്. ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ, ആ വീടിനോടുള്ള ബന്ധത്തിൽ കർത്താവ് ചിലത് സംസാരിക്കുന്നത് കാണാം. തൻ്റെ ശരീരം നീര് വെച്ചതുപോലെ വീർത്തിരിക്കുകയാണ്. കർത്താവ് ഒരു സൗഖ്യത്തെ പകരുന്നത് കാണാം. യേശുവേ, നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു അപ്പാ. നിൻ്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു കർത്താവേ. അവിടുത്തെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യുന്നു അപ്പാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോടൊപ്പം ആയിരിക്കുന്ന അപ്പാ ഈ കുടുംബങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ അത്ഭുത കരം ചലിക്കണം അപ്പാ. കർത്താവേ, സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി ലോൺ ക്ലോസ് ചെയ്യണം. ജപ്തിയുടെ മുൻപിലായിരിക്കുന്നു. ബാങ്ക് ഇടപാടുകൾ ക്ലോസ് ചെയ്യണം. കർത്താവേ, കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കരം ചലിക്കട്ടെ അപ്പാ. കടഭാരം കർത്താവേ, ഞെരുക്കത്തിൻ്റെ നാളുകൾ നീങ്ങിപ്പോകട്ടെ അപ്പാ. യേശുവേ, നിൻ്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു. സ്വർഗീയ പിതാവയോട് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൻ്റെ കൃപയിലും നിറവിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലസ് യു.